നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് തുമ്മൽ അതുപോലുള്ള അലർജികളെ പറ്റിയിട്ടാണ്. എന്താണ് ഈ അലർജി? ചില പ്രത്യേക തരത്തിലുള്ള വസ്തുക്കൾ നമ്മളുടെ ശരീരവുമായി സമ്പർക്കം ഉണ്ടാകുന്ന വേളയിൽ ശരീരം അസ്വാഭാവികമായ രീതിയിൽ പ്രതികരിക്കാറുണ്ട്. അത് അലർജി അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, തുമ്മൽ, ശ്വാസതടസ്സം, അല്ലെങ്കിൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചിൽ, അങ്ങനെ പലതരത്തിലും അനുഭവപ്പെടാറുണ്ട്. ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലായിരിക്കും അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് പ്രമേഹം ഉള്ളവരിലും ഈ അതിശക്തമായ തുമ്മൽ കാണാറുണ്ട്. അതായത് ഈ പ്രമേഹം രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നത് കൊണ്ടാണ് ചിലരിൽ ഇത്തരം തുമ്മലൊക്കെ കാണാറുള്ളത്. ഈ തുമ്മൽ എന്ന് പറയുന്നത് രണ്ട് വിധമുണ്ട്. അത് അലർജി കൊണ്ടുള്ള തുമ്മലുണ്ട്, അത് അല്ലെങ്കിൽ രോഗങ്ങളും അനുബന്ധിച്ചിട്ടുള്ള തുമ്മൽ. ഈ അലർജി കൊണ്ടുണ്ടാകുന്ന തുമ്മൽ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, തണുപ്പ്, പൊടി, പുക, പൂമ്പൊടി, അല്ലെ സ്പ്രേ, പെയിന്റ് തുടങ്ങിയവയുടെ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഈ വളർത്തുമൃഗങ്ങളുടെ രോമം, വസ്ത്രങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ഉള്ള പൊടി, ഈ മാറാലയും അതിലൊക്കെയുള്ള പൊടികൾ, അതൊക്കെ കൊണ്ടുവരുന്നതാണ് ഈ അലർജി കൊണ്ടുള്ള തുമ്മൽ. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ വിവിധതരം പനികൾ, മൂക്കിൽ ദശയോ മുഴയോ ഒക്കെ വളരുക, മൂക്കിൻ്റെ പാലത്തിനുള്ള വളവ്, അതുപോലെ സൈനസൈറ്റിസ്, ടോൺസിലൈറ്റിസ്, ആസ്മ, വിവിധയിനം ചുമകൾ എന്നിവ മൂലം ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ ഇനം തുമ്മൽ. ചിലർ രാവിലെ ഉണർന്നു വരുമ്പോൾ തന്നെ കുറേ നേരം തുമ്മുകയും പിന്നെ മൂക്കൊലിപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇതിന് കാരണം നാം ഉറങ്ങുമ്പോൾ നമ്മുടെ മൂക്കിനുള്ള കഫം അതങ്ങ് ഡ്രൈ ആയിത്തീരും. അത് ഡ്രൈ ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ ഉണങ്ങിയിരിക്കുന്ന കഫത്തെ അല്ലെ മ്യൂക്കസിനെ പുറത്താക്കാൻ നമ്മുടെ ശരീരം തന്നെ ശ്രമിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് അതിശക്തമായ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം തുമ്മുന്നത്. മറ്റൊരു കാരണം വേണമെങ്കിൽ ഈ ബെഡ്റൂമിലുള്ള പൊടിയും ഈർപ്പവും ഒക്കെ ആയിരിക്കും. ഇതും രാവിലെ തുമ്മലിന് കാരണമാകുന്നുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ടും അലർജി തുമ്മലിനൊരു കാരണമാവാറുണ്ട്. ചെറിയ കുട്ടികളിലും ചെറുപ്പക്കാരിലും ഈ പ്രശ്നം കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ പരിഹാരം എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ മൂക്കിൽ ദശ വളർച്ച, സൈനസൈറ്റിസ് അങ്ങനെയുള്ളവർക്ക് കഫം പുറത്താക്കുന്നതിന് ശ്വസനനാളത്തെയും സൈനസുകളെയും ഒക്കെ ശുദ്ധീകരിക്കാനൊക്കെ നസ്യം, വർത്തി, ഇൻഹലേഷൻ തുടങ്ങിയ ചികിത്സകൾ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ത്രിദോഷങ്ങളെ സന്തുലിതമാക്കുന്നതിനും അലർജിക്ക് കാരണമായിട്ടുള്ള ടോക്സിക് മെറ്റീരിയൽസിനെയൊക്കെ പുറന്തള്ളി ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന് അഭ്യംഗം വിരേചനം പോലുള്ള ചികിത്സാവിധികൾ ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ കഫശമനമായ ഔഷധങ്ങൾ ത്രികടുക് ചൂർണം, ശിവനാർ അമൃതം, താലിസാദ് ചൂർണം, തിപ്പിലി രസായനം, ഗൗരി ചിന്താമണി, വസന്തകുസുമാരം പോലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ളിലും കഴിക്കാം. അതുപോലെ തന്നെ ചുക്ക് തൈലം, അരക്ക് തൈലം, നാസിരോഗനാശ തൈലം എന്നീ തൈലങ്ങൾ രോഗിയുടെ പ്രകൃതി അനുസരിച്ച് ഹെഡ് ബാത്തും ചെയ്യുന്നതും ആഴ്ചയിൽ ഒരിക്കൽ ഓയിൽ ബാത്ത് ചെയ്യുന്നതും ഒക്കെ ഈ രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ ഒരുപാട് സഹായിക്കും.